ഇവളോ? ഇയാളായിരുന്നോ? ഇത് ശരിയാവില്ല, പറഞ്ഞോട്. മനു ഡോ, ഞാൻ തന്നോട് സോറി പറഞ്ഞതല്ലേ, പിന്നെന്താ പ്രശ്നം? മിയ. മിയ, തന്റെ ഈ ഡയലോഗ് ഡെലിവറിനെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഹായ്, അതിന് അവൾ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാൻ പോകുന്നേ, കഥാപാത്രമായിട്ടല്ലേ? ഇതിനു മുമ്പ് വല്ലതും ഡബ് ചെയ്തിട്ടുണ്ടോ? ടിക്ടോക്ക്. ടിക്ടോക്ക്? ഇത് ടിക്ടോക്ക് അല്ല, മനുവിന്റെ നാടകമാണ്. മനുവിന്റെ നാടകത്തിന് ഈ നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉണ്ട്. അതറിയാം. കുട്ടി, നാളെ ഒരു മലയാള സിനിമയിൽ കാണാം, മനു കേരളീയൻ. അതിപ്പോ പൈസ ഉണ്ടെങ്കിൽ ആർക്കും പ്രൊഡ്യൂസ് ചെയ്തൂടെ? ഇവിടെ പറഞ്ഞേച്ചേ, അവളോടൊന്നൊക്കെ വിളിച്ചാണ്ടല്ലോ. മനു, മനു നിക്ക്. അതെ, എന്ത് പരിപാടി ആവശ്യമായിരുന്നു, ഞാൻ പണ്ടേ വിചാരിച്ചതാ. ആ എത്ര തവണ കയറിയാലും ഇത് താഴേക്ക് പോകുമ്പോ ഒരാന്തല. അതെന്താ, ഞാൻ പറഞ്ഞ അത്രയ്ക്ക് വലിയ തെറ്റാണോ? ഞങ്ങളൊക്കെ കേട്ട അഭിമാനക്ഷേതം ഉണ്ടാവും പേടിച്ചിട്ടായിരിക്കും അല്ലേ? നീ ആരാ? നിങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണെങ്കിൽ നിങ്ങൾക്ക് കൂടാം. ഇത് ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള സംസാരമാണ്. ഇത് ലിഫ്റ്റിൽ ജനിച്ചു പോണതാ? ഒരു സംശയം വേണ്ട. ഭൂവാലന്മാരാ എന്നോടാ കളി. അടിച്ച് ഞാൻ പിടിച്ചാല്. എന്താ? നമസ്കാരം. വെള്ളരിപ്രാവുകളെ പോലെയാണ് കേരളത്തിലെ മനുഷ്യരുടെ മനസ്സ്, അവരുടെ പൈതൃകം. അതുകൊണ്ടാണ് കേരളത്തിന്റെ സംസ്കാരം ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നത്. എടോ, അതിന്റെയൊക്കെ ആയിട്ടാണല്ലോ ഞാൻ ഇവിടെ കുത്താമ്പുള്ളി വേഷവും കേരളത്തിന്റെ ഭക്ഷണമൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? ഇതാ ചെക്കനല്ലോ, നോക്ക്. ഇത് ഈ ചെക്കനാണല്ലോ. അതെ, കാണാനില്ല. പിടിക്കല്ലേ? വാ. ഹായ്. അല്ല, ഇത് തന്റെ വീടാണോ? അല്ല, ഇത് അവന്റെ വീടാ. എന്താ കാര്യം? അല്ല, ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ? സാറിലേച്ചി, ഇതേടെ മോനെ കൊണ്ടുവന്നിരിക്കുന്നു. വാടാ, കറി പോകത്ത്. ചെല്, പോയി കുളിക്ക്, അമ്മയ്ക്ക് സന്തോഷാവട്ടെ. അതെ, നമ്മൾ രണ്ടാള് ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഈ കുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ട് നമ്മളെ കൈമ കിട്ടിയ ഡോളർ പോവാ. ഓളെ പിടിച്ചെടുത്ത നമ്മളെ വേണം പറയാം. മനുഷ്യനെ സ്വീപ്പാക്കെ ചെക്കനെ എത്രയും മെനക്കെട്ട് പിടിച്ചിട്ടൊരു കാര്യമില്ലാണ്ടായിപ്പേ. ഇത്ര വൃത്തികെട്ട ഒരു ഫാമിലി ജമ്മത്തി ഞാൻ കണ്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല. കാണാതായ കുട്ടീനെ പിടിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ടേ ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. അതല്ല, അതെന്താന്നറിയോ? ഇന്റെ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങള് 10ാമത്തെ ടീമാണ് അതിനെ പിടിച്ചോണ്ട് വരുന്നേ. 10ാമത്തെ ടീമോ? ആ, ഒരു 1.5 വർഷം മുമ്പ് ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞ് സർലേച്ചി വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഇവന്റെ ഫോട്ടോ വെച്ചിട്ടേ. കുട്ടിയുടെ പോയിരുന്നു. അവൻ എവിടെയും പോയിട്ടില്ല, അവൻ അവന്റെ ഫ്രണ്ടിന്റെ അവിടെ ഗെയിം വിളിച്ചോണ്ടിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇവനെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ട്. അതാരും കണ്ടിട്ടില്ല. ഈ പഴയ മെസ്സേജ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ കണ്ട മെസ്സേജ് പഴയ മെസ്സേജാ? ആ കാര്യത്തിലൊരു സംശയമില്ല. സാറേ, കേരളീയൻ പരിപ്പുവട, കേരളീയൻ പഴംപൊരി, ഇത് രണ്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ പോകുന്നുണ്ട്. പക്ഷെ കമ്പനി മനോ, 2 പേർ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ശരി.
ഹലോ. ഹലോ ഹലോ. ഇരിക്കി ഇവിടെ ഇരുന്നോ, ഇങ്ങോട്ട് ചേർന്നിരുന്നോ. ആ രവി. നവ്യ. മിയ. അജാസ്. ഹായ്. ഇത് മനു. എന്റെ സിസ്റ്ററാണേ. ആ ഇവിടെ ജോലിക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. യാ. സോറി, ഇവിടെ മലയാളികളല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ക്വാളിഫിക്കേഷൻ അല്ലേ നോക്കണ്ടേ? അയ്യോ, രണ്ടുപേരും ശബ്ദം ഒരുപോലെ ഉണ്ടല്ലോ. ശരിയല്ലേ? ഒരുപോലെ ഇല്ലേ? രവി 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 പുറത്തോ. അല്ല, ഒരു ഇന്റർവ്യൂ. രവി പുറത്തു പോയി നിൽക്കൂ. മിസ്റ്റർ, ഞാൻ പുറത്തു. താനും പുറത്തോ. പുറത്തു പോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനുവാണ് നോക്കുന്നത്. ഗോഡൗണിലെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്. യു കണ്ടിന്യൂ. പോട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. കുട്ടി, തുറന്നു പറയാലോ, തന്റെ ചേച്ചിയും ഞാനും ചേരില്ല. ഫുൾ നെഗറ്റിവിറ്റിയാ. ചേച്ചിയുടെ മാരേജ് പ്രപ്പോസലിലല്ലല്ലോ വന്നത്, എന്റെ ജോലിക്കല്ലേ. സർ, അന്ന് ഞാൻ അങ്ങനെ പെരുമാറുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഇവിടെ ജീവിക്കുമ്പോൾ ഇങ്ങനെ ചില മുഖംമൂടികൾ വെക്കേണ്ടതായിട്ട് വരും, അതുകൊണ്ടാ. ശരിക്കും സോറി. ഇറ്റ്സ് ഓക്കെ. സാർ ഇത്രയും വലിയ ആളാണെന്ന് അറിഞ്ഞിരുന്നില്ല. സോറി. ഇത് ഓഫീസ് മാത്രമാണ്, പിന്നെ ഗോഡൗൺ ഉണ്ട്. അവിടെ ഒരു 19 സ്റ്റാഫുകളുണ്ട്. ഞങ്ങളുടെ ഈ ബ്രാൻഡിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് അറിയോ? ഇല്ല. കേരളീയ വസ്ത്രം, ഭക്ഷണം, സംസ്കാരം, ഇതെല്ലാം മലയാളികൾക്കപ്പുറം ഇവിടെയുള്ള ഓസ്ട്രേലിയൻസിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആൽബക്കാടി മുണ്ടൊക്കെ എടുത്ത് വരുന്നത്. ഇതൊക്കെയാണ് ഉദ്ദേശം. പക്ഷെ ഇവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയ്യോ, അതല്ല സാറ് നാടകവും സംവിധാനമൊക്കെ ചെയ്യുന്ന പിന്നെ അറിഞ്ഞേ. ഓ അങ്ങനെ. സാർ, എന്റെ ചേച്ചി ആർട്ടിസ്റ്റാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ആരും കാണാത്ത നാടകത്തെ കുറിച്ച് പറയാം. എന്താ? ചെങ്ങായി ഇന്ത്യയിലൊരു പ്രധാന നഗരത്തിൽ അന്ധന്മാർ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. കണ്ണാണ തന്തമാരോ? അതെവിടെ? എനിക്കറിയോ എവിടെ. അതിനിവിടെ പ്രസക്തി ഇല്ല. സോറി. ഓക്കെ, മൈസൂരോ ബാംഗ്ലൂരോ അങ്ങനെ എവിടെയാണ്. ഒരു പത്രത്തില് വായിച്ച അവിടെ സപ്ലയറും കാഷ്യറും എല്ലാവരും അന്ധന്മാരാണ്. അകത്ത് വെളിച്ചമില്ല. നമ്മൾ അകത്തോട്ട് പോയാ ഒന്നും കാണാൻ പറ്റില്ല. അന്ധകാരം. അയ്യോ, അപ്പൊ വിളിച്ചില്ലാണ്ട് നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കും? ആ, നമ്മളെ ഒരാൾ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകും. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ നമുക്ക് തരും. അത് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്ന ആളും അന്ധനാണ്. മനസ്സിലായ? എന്താലേ. ഈ ഒരു ആശയത്തിൽ നിന്നാണ് എനിക്ക് പ്രചോദനം ഉണ്ടായത്. ഓ, ലോകത്തിൽ ആരും കാണാത്ത ആ നാടകം. മോനെ, അടിപൊളി. ഇതൊക്കെ നേരത്തെ പറയണ്ടേ, എന്നാലേ ആൾക്കാർ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. ഇത് നമുക്ക് എന്തായാലും പൊളിക്കണം. കേട്ടോടത്തോളം നല്ലൊരാശയ. പക്ഷെ നമ്മൾ ഈ കണ്ണു കാണാത്തവരെ വെച്ച് എങ്ങനെ നാടകം ചെയ്യും? പറഞ്ഞുതരാം. നമ്മളെല്ലാവരും കൂടെ ഇതൊരു സ്ഥലത്തിരുന്ന് പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി കാറിൽ പോകുന്നു. ബാക്കിൽ നമ്മളെ വാനും. വാനോ? സ്റ്റേജ് പ്രോപ്പർട്ടീസ്, രംഗപടം, സുജാതൻ. അത്ര വലിയ കോമഡി ഞാൻ പറഞ്ഞു. സോറി. ഓക്കെ. തന്റെ ചിരിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? എന്താ, മോശാണോ? അങ്ങനല്ല, എഴുത്തുകാരോ സിനിമ പാട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ചിരിയെ കുറിച്ച്?
ഒരു ചിരി കണ്ടാൽ ഇത് മതി എന്ന ആ ഒരു ഗാനുണ്ടല്ലോ, തന്റെ ചിരി കണ്ട് എഴുതിയതാണോ? ഭൂമി വളർന്നാണ്ട് പോയാ മതി. സാർ ഇവളുടെ ജോലിക്കാര്യം ആ, തൽക്കാലം നമുക്ക് പിരിയാം. പോവാം പോവാം. സാറേ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ ലോക തോൽവി കേട്ടോ. നിങ്ങൾക്കൊന്നും പുഷ്പിക്കാൻ അറിയില്ലാന്ന്. കഥകളിലെ ഷർട്ട് ഇട്ട് വന്നേക്ക.